ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയധികം ക്രിമിനൽസ് കൂടി വരുന്നതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും ആൾക്കാർ ജയിലിലേക്ക് പോകാൻ ഇത്രയധികം സന്നദ്ധരായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഒരുപാട് നാളായിട്ട് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പാതിയിലധികം ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ജയിലിലാവുന്ന സമയത്ത് കൃത്യസമയത്ത് അവർക്ക് ഫുഡ് അടിക്കാൻ പറ്റും, നല്ല ഫുഡ് കിട്ടും. ഈ പറയുന്ന എല്ലും തോലുമായിട്ട് പോകുന്ന ആൾക്കാർ തന്നെ ഈ പറയുന്ന കൊഴുത്തുരുണ്ടാണ് തിരിച്ചിറങ്ങുന്നതെന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ജോലിയുണ്ട്, അവിടെ ആ ജോലിക്ക് കൃത്യമായിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് പൈസ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ചില സിനിമകൾ കാണാറുണ്ട്. അതായത് പണം കൂടുതലുള്ളവർക്ക് ഈ ഉദ്യോഗസ്ഥരെ പണം കൊടുത്ത് വിലക്കെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക്. പക്ഷെ അതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന തരത്തിലല്ല. ഋഷിരാജ് സിംഗിന്റെ സാറിന്റെ ഒരു ഇടപെടൽ വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഫോൺ ഉപയോഗം, അങ്ങനെ കുറെ കാര്യങ്ങളോട് നടന്ന് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ബാക്കി മാറുന്നതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. പക്ഷെ ഇന്ന് കാരണവർ വധക്കേസിനകത്ത് ഷെറിന്റെ സഹതടവുകാരിയായിട്ടുള്ളൊരു ചേച്ചി ഇത്രയധികം തൻ്റെ അടുത്തോടു കൂടി കാര്യങ്ങൾ, ഷെറിൻ അവിടെ കിട്ടിയിട്ടുള്ള സുഖ സൗകര്യങ്ങൾ എന്താണെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണോ ഇവിടെ ജയിലുകളിൽ നടക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ആ ചേച്ചിയുടെ വായിൽ തന്നെ നിങ്ങൾ കേൾക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അതിനൊരു വ്യക്തത വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. ഞാനൊരു കേസിൽ വിയൂർ വനിതാ ജയിലിൽ കിടന്നിരുന്നത്. അപ്പോൾ വിയൂരിൽ നിന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു 2013 അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണവർ വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 രൂപ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ, ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബിന്ദാസിന് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു. അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി. ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു, അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളി പീപ്പിളിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു. പുറത്തേക്ക് പോയി പരാതി. അങ്ങനെ പുറത്തേക്ക് പരാതി പോയിട്ട് കൈരളി പീപ്പിൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു. എന്തൊരു പ്രോഗ്രാം ഉണ്ടായെന്ന് തോന്നുന്നു. അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു. കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത്. എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത്. പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് DIG പ്രദീപ് സാറ്, പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം, ഒരു 3 പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു. DIG എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെയാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. അതിനുശേഷം ഒരു മാസത്തിന്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഷെറിൻ ചേച്ചിക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ, ഈ പറഞ്ഞ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തി കഴിഞ്ഞാൽ അവിടെ കിടക്കില്ല എന്ന് പറയുന്നത്, അതേപോലൊരു ക്യാരക്ടറാണ് ഷെറിൻ എന്ന് പറയുന്നത്. അതായത് അധികം ഈ പറയുന്ന ഭയങ്കര തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ നല്ല നല്ല വസ്ത്രങ്ങൾ ഇടാനും ഒന്നും ഒരു കിട്ടാത്ത സാമ്പത്തിക സ്ഥിതി വളരെ കുറഞ്ഞൊരു കുടുംബത്തിൽ ജനിച്ചൊരു സ്ത്രീയാണ് ഷെറിൻ എന്ന് പറയുന്നത്. അപ്പം ഷെറിൻ പിന്നീട് 19 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഷെറിന്റെ കല്യാണം ഉറപ്പിക്കുന്നു. ഇത് ഈ പറയുന്ന ഭയങ്കര കോടീശ്വരനായിട്ടുള്ള ഈ പറയുന്ന കാരണവർ ഭാസ്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ കെട്ടിച്ചു വിടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവിക കിട്ടും അതിന്റെ കാരണമുണ്ട്. ഇത്രയും വലിയ കോടീശ്വരൻ എന്തുകൊണ്ടാണ് പാവപ്പെട്ട വീട്ടിലെ പെണ്ണെ സ്വീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിയിൽ പ്രശ്നമുള്ള ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ് അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്നത്. ആ മകനെ കൃത്യമായിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്വീകരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് ഒരുപാടധികം സ്വത്തുകൾ ഇവിടെ പേരിലേക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം പെട്ടെന്ന് ഈ പറയുന്ന എല്ലാം കൂടി കുമിഞ്ഞു കൂടുന്ന സമയത്ത് ആർക്കും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കരമായിട്ട് ഒരു പകുതിയിലധികം ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും. പൈസ കാണാതെ കിടന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുത്തെളുപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പം ആ ഒരു സംഭവത്തിന്റെ പേരിൽ കൃത്യമായിട്ട് ഇവള്
നമുക്ക് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ദൂർത്ത് കൂടുതലാവുന്നു, അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുകയും കൃത്യമായിട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് ഉണ്ടാകുന്ന ഒരു വെറുപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു സംഭവത്തിന്റെ പേരിലാണ് ഈ ഒരു മരണം നടക്കുന്നതെന്ന് പറയുന്നത്. അതും അന്നത്തെ ദിവസം അദ്ദേഹം കൊണ്ടുകൊടുത്ത ഭക്ഷണമെല്ലാം കഴിച്ച് തൃപ്തി അടഞ്ഞതിന് ശേഷമാണ് അവളെ ഈ പറയുന്ന സുഹൃത്തും ബാക്കി രണ്ടുപേരും ചേർന്ന് ഇദ്ദേഹത്തിനെ ഇല്ലാതാക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ടെന്നുള്ളൊരു ബോധ്യം പോലും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഭാവി എന്താണെന്ന് പോലും ചിന്തിക്കാതെ ഈ തെറ്റായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാനല്ല അവള് നോക്കിയത്, അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്താപം ഉണ്ടാവുകയല്ല ചെയ്തത്. അതായത് അത്ര ക്രൂവൽ മൈൻഡ് അല്ലെങ്കിൽ മെന്റാലിറ്റി ഉള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു ഷെറിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷമാണ് ഇവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത്രയും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 13-14 വർഷമൊക്കെ നീണ്ട തടവ് ശിക്ഷ അനുഭവിച്ചിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ജയിൽ അധികൃതർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് കരുണ തോന്നുവാണ്, ഭയങ്കരമായിട്ട് മാനസാന്തരം വന്നൊരു സ്ത്രീയാണെന്നുള്ള തരത്തിലേക്കാണ്. അപ്പം ഈ ഒരു സഹതടവുകാരി പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആ ചേച്ചി പറയുന്നതനുസരിച്ച് 19-20 വർഷമായിട്ട് 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട സ്ത്രീകളടക്കം അവിടെ ജയിലിൽ കഴിയുന്ന സമയത്ത് അവർക്കൊന്നും കിട്ടാത്ത ഒരു ഫെസിലിറ്റിയാണ് അല്ലെങ്കിൽ ഒരു വല്ലാത്ത മുൻഗണനയാണ് ഷെറിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. അതിനേക്കാളും നമ്മൾ ഞെട്ടിച്ച് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ജയിലിലൊക്കെ എല്ലാവർക്കും തുല്യത എന്ന് പറയുന്നൊരു സംഭവമായിരിക്കുമല്ലോ കിട്ടുന്നതെന്ന് പറയുന്നത്. ഇതൊന്നുമല്ല ഷെറിന് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. ഷെറിന് ലിപ്സ്റ്റിക്ക്, ബാക്കി മേക്കപ്പ് ഐറ്റംസ്, പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ് അവൾ ധരിക്കുന്നതെന്ന് പറയുന്നത്. അവൾക്ക് മാത്രമായിട്ട് ബെഡ്ഷീറ്റുകൾ, തലങ്ങണ, പ്രത്യേക തരത്തിലേക്ക് ഈ പറയുന്ന കിടക്ക, വെളിയിൽ നിന്നുള്ള ഫുഡ്, ഇതൊക്കെ ജയിലിൽ അനുവദിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യം സത്യമാണോ എന്നൊരു തരത്തിലേക്ക് ഇത് കേരളത്തിൽ തന്നെയാണോ സംഭവിക്കുന്നതെന്ന് തന്നെ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്. കാരണം ഒരു ജയിലിനുള്ളിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ലല്ലോ, എത്രയോ അനവധി ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട്. വെളിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരാൾ പോലും ആ ജയിലിൽ നല്ലതില്ലാതിരുന്നു എന്നൊരു സംഭവമാണ് ഇതിന് വരുന്നതെന്ന് തോന്നുന്നത്. അതിലപ്പുറത്തേക്ക് അന്നത്തെ DIG ആയിരുന്നിട്ടുള്ള പ്രദീപ് കുമാർ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് ഈ സ്ത്രീയെ വന്ന് ആഴ്ചയിൽ പല തവണയും വന്നിരുന്ന് കാണുകയും 1-1.5 മണിക്കൂർ സെല്ലിൽ നിന്ന് പുറത്തിറക്കിയിട്ട് അതിനുശേഷമാണ് സെല്ലിൽ ഇവിടെ തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇടുന്നതെന്ന് പറയുന്ന സമയത്താണ് വഴിവിട്ട ബന്ധങ്ങളെ കുറിച്ചുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു ചേച്ചി പറയുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത്രയും വലിയ ഒരു സംഭവമാണ് ഇവൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവരിൽ നിന്ന് ഈ ഷെറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്താണ് പ്രത്യേകിച്ച് കൂടുതലായിട്ട് മുൻഗണന കൊടുക്കാനുള്ള സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കുറച്ച് ഗ്ലാമറായിട്ട് നടക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം. പിന്നെ അവൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന സ്വത്തുകൾ, അവിടെ കുഞ്ഞുണ്ട്, മറ്റേത് അദ്ദേഹത്തിന്റെ ബുദ്ധി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആ പൈസ കൈക്കലാക്കാം അല്ലെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വഴിവിട്ട ബന്ധങ്ങളാണോ എന്ത് തരത്തിലുള്ള ആയാലും ഇത് നമ്മുടെ ഈ കേരളത്തിലാണ് നടക്കുന്നത്, ഈ ജയിലുകളിലാണ് നടക്കുന്നതെന്ന് പറയുന്നത്. അതിലും ഈ പറയുന്ന ഇത്രയധികം ആൾക്കാർ ഇപ്പം പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഗവർണർ മാത്രമൊന്ന് അതിനകത്ത് നോക്കി ഒന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റും. ഇപ്പം ഇതാണോ ഇവിടുത്തെ നീതി വ്യവസ്ഥ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയപ്പെടുന്ന നമ്മുടെ ഭരണഘടന ആ ഒരു സംഭവത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ സംഭവം മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം എനിക്ക് അതിനേക്കാളും കൂടുതലായിട്ട് തോന്നിയെന്നുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല, മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ കൂടി തന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ പയ്യനെ പിന്നെ എന്തോ ആക്സിഡന്റോ അല്ലെങ്കിൽ ആരോ ഉപദ്രവിക്കുകയോ എന്തൊക്കെ ചെയ്തിട്ട് ആ പയ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വിവരവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതും കൃത്യമായിട്ട് ആലോചിച്ചെന്ന് പറയുന്നത് ഈ ചേച്ചിയുടെ മുഖം ബ്ലർ ചെയ്യാതെ എല്ലാ സംഭവം തന്നെ എനിക്കും ഈ സാധനത്തിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ ആയിരിക്കും ഇടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാരണം ഈ ചേച്ചിയുടെ മുഖം വൈറലായി പോയി കഴിഞ്ഞു. എല്ലാ ചാനലിലൂടെ ഒരുപാടധികം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനിടയിൽ തന്നെ കണ്ടു കഴിഞ്ഞു, ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു, ഷെയർ ചെയ്ത് കഴിഞ്ഞു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ചേച്ചിയുടെ ഇനി ഭാവി ജീവിതം എന്തെങ്കിലും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഈ ചേച്ചിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഈ ചേച്ചി പറഞ്ഞ ആൾക്കാർ തന്നെ ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം ആ ചേച്ചിനെ ആരെങ്കിലും തൊട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിലേക്ക് തന്നെ ആയിരിക്കണം അന്വേഷണം നീണ്ടു പോകേണ്ടതെന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഈ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാന്നുണ്ടെങ്കിൽ ഇത് എന്ത് വേണമെങ്കിലും കെട്ടിച്ചമയ്ക്കുകയും ഈ ബന്ധങ്ങൾ പല വിധത്തിൽ വളച്ചൊടിക്കുകയും ഈ ചേച്ചി പ്രശ്നക്കാരിയാക്കി ഈ ചേച്ചിനെ വീണ്ടും ജയിലിലേക്ക് തള്ളാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ട്. അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ ചില സിനിമകളിലൂടെ കണ്ടിട്ടുണ്ട്, വലിയ കുറ്റങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരനായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ പറയുന്ന ആരും അറിയാതെ പാതിരാത്രിയിൽ ജയിലിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ വന്നിട്ട് പുറത്തിറക്കുന്നു. എന്തെങ്കിലും ഈ പറയുന്ന ആൾക്കാരെ കൊല്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ
അവരെ ഉന്നത ഉദ്യോഗസ്ഥർ വന്നിട്ട് കൊണ്ടുപോയി രാത്രി അവരുടെ സൗകര്യത്തോടു കൂടി കൊണ്ടുപോയിട്ട് കൊല്ലുന്നു, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ മരണത്തിൽ വെളിയിലുള്ള ആൾക്കാരെ മാത്രമേ അന്വേഷിക്കുള്ളൂ. അപ്പം ജയിലിൽ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് ഇന്ന പുള്ളി കൊന്ന യഥാർത്ഥത്തിൽ പെട്ട പുള്ളി അതിനകത്ത് തന്നെയായിരുന്നു ആ സമയത്ത്. അപ്പം ഒരിക്കലും അയാളിലേക്ക് ആ ഒരു ചോദ്യചിഹ്നം വരാറില്ല. ഇങ്ങനെ നമ്മൾ പണ്ടത്തെ ഭയങ്കരമായിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കഥകൾ. അപ്പം ഇതുപോലും ഒരുപക്ഷെ ഇവിടെ പ്രാവർത്തികമാവുന്നുണ്ടായിരിക്കും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇത്രയും ടൈമിലേക്ക് മാറ്റി നിർത്താൻ കഴിയുന്നുണ്ട്. ഇത്രയധികം ഫെസിലിറ്റീസ് ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു ജയിലിൽ നിന്ന് തൊട്ടടുത്ത ഓഫീസിലേക്ക് പോകാൻ, നടന്നു പോകാൻ, വെയിൽ കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് കുട വരെ അനുവദിക്കുന്ന അത്രയും നല്ല ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടി ഇവൾ ആരാണ് സത്യത്തിൽ? വിക്ടോറിയ രാജ്ഞിയോ അതോ ഈ എലിസബത്ത് രാജ്ഞിയോ? ആരാണ് ഇവളെന്ന് പറയുന്നത്? അപ്പൊ ഇത്രയും വലിയൊരു കൊലക്കുറ്റം ചെയ്ത് ഇത്രയും ക്രൂക്കഡ് മൈൻഡുള്ള, ഇത്രയും വൃത്തികെട്ട മൈൻഡുള്ള, മെന്റാലിറ്റി ഉള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ആരാണ് ഈ ഒരു ജയിൽ അധികൃതരിൽ ഒരാൾ പോലും ഇത്രയും കാലമായിട്ട് ആ ജയിലിൽ ഇവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അനുഭവിക്കല്ല ആസ്വദിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ വെളിയിൽ പറയാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലും നാവ് പൊന്തിയില്ല, ഒരാൾക്ക് പോലും കഴിവില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ സത്യസന്ധരായിട്ടുള്ള എത്ര ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ കഴിയുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതുപോലുള്ള വഴിവിട്ട ബന്ധങ്ങൾക്ക് കൂട്ടു നിൽക്കുകയും ഒരുപക്ഷെ ചിലപ്പോൾ ഇതായിരിക്കും ഒരാളെങ്കിൽ ഒരാൾ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ നോക്കിക്കോളും, കാരണം അത്രയും വലിയ ആൾക്കാരായിരിക്കും ഇവർക്ക് താങ്ങായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇനി എന്ത് സംഭവിക്കും? കാരണം ഇവിടെ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ലെന്ന് കൃത്യമായിട്ട് 100% അടിവരയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം നീതി എല്ലാവർക്കും തുല്യമായി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരാളും മുകളിലും അല്ല ഒരാളും താഴെയല്ല. അതാണ് നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന. അത് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഈ ലോയ്ക്ക് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് കൃത്യമായി അടിവരയിട്ട് എഴുതി വെച്ചിരിക്കുന്ന സമയത്താണ് ഇതുപോലെ ചില ആൾക്കാർക്ക് ഇത്രയധികം ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ മൊത്തം കോമാളികളാക്കിക്കൊണ്ട് ഇവിടെ കണ്ണ് കെട്ടി ഇരുട്ടുണ്ടാക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ, കണ്ണടച്ച് ഇരുട്ടുണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം, അതിലേക്ക് നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്തു കൂട്ടുന്ന സമയത്ത് അതിനെ എത്ര പേര് ചോദ്യം ചെയ്യാൻ തയ്യാറാവും, അല്ലെങ്കിൽ ആര് മുന്നോട്ട് വരുമെന്നൊരു കാര്യമാണ്. ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വാർത്ത വരുന്ന സമയത്ത് ഇതിനെതിരെ പ്രതിപക്ഷം സത്യത്തിൽ നല്ല രീതിക്ക് മുന്നോട്ട് വരേണ്ട കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് ഇത് ജയിലിലെ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് സ്വാഭാവികമായിട്ടും ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അറിയാത്ത കാര്യങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് നേരെ ചൊവ്വ എത്തിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത് പാർട്ടിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ഏറ്റവും വൃത്തികെട്ടൊരു ഷെയ്ഡ് ഉണ്ടാക്കി ക്കുന്ന സംഭവമാണ്. കാരണം ഇപ്പോഴെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അടുത്തൊരു ഇലക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇനി എത്ര പറഞ്ഞു കഴിഞ്ഞാലും 99% ജനങ്ങളും വിശ്വസിക്കുന്നത് ഇത് പാർട്ടിയുടെ അല്ലെങ്കിൽ അതിന്റെ തെളിവോടുകൂടി അല്ലെങ്കിൽ പാർട്ടിയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ അറിവോടുകൂടി മാത്രമാണ് നടക്കുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്ക് മാത്രമേ ഇതിനകത്ത് നടക്കുള്ളൂ. കാരണം ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ മന്ത്രിസഭാ യോഗം കൂടിയൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങൾക്ക് കൂട്ടുനിൽക്ക് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉണ്ടാകുന്ന വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും കൃത്യമായിട്ട്. അപ്പം ആ വിശ്വാസ്യതയെ കൃത്യമായി നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിയലിലൂടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു പരിഗണന അത് മാറ്റിയെടുക്കുക. ഇപ്പം കൊടുത്തിരിക്കുന്ന ആ വെളിയിലേക്ക് വിടാനുള്ള സംഭവം അത് മാറ്റിയെടുക്കുക. ഈ 19-20 വർഷമായിട്ട് അവിടെ കഴിയുന്ന കണ്ണുപോലും കാഴ്ചയില്ലാത്ത പലരുടെയും മക്കൾ ഈ പറയുന്ന പലതരത്തിൽ അവർക്ക് നോക്കാൻ കഴിവില്ലാത്ത പലയിടത്തും കഴിയുന്ന മക്കൾമാരെ ഉള്ള തരത്തിലേക്കുള്ള അമ്മമാർ അവിടെ കഴിയുന്നുള്ളത്. അപ്പം അവർക്ക് കിട്ടാത്ത നീതി ഷെറിന് ഗ്ലാമർ വെച്ച് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമത്തിന് കൊടുത്തിട്ടുള്ള ഒരു തരത്തിലും ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല. അതൊന്നും അല്ല ഇവിടെ നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതൊന്നും അല്ല. ഇത് നമ്മുടെ നാട് മുടിഞ്ഞു പോകുന്നതിന് തുല്യമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടത്. അപ്പം ശക്തമായിട്ട് ഇതിൽ ജാതിയോ രാഷ്ട്രീയമോ പാർട്ടിയോ ഇങ്ങനെ ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമാണ്. കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ആൾക്കാരും മുന്നോട്ട് പോകുന്നത്. ആ നിയമവ്യവസ്ഥിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന പോലീസും ബാക്കി കാര്യങ്ങളും തന്നെയാണ്. അവിടെ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാർക്കും നാളെ എവിടെ നിന്നാണ് നീതി കിട്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. അതിനുള്ള ആർജവം വേണം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ പാർട്ടി നോക്കേണ്ട കാര്യമില്ല, ഈ പറഞ്ഞ മതം നോക്കേണ്ട കാര്യമില്ല, ജാതി നോക്കേണ്ട കാര്യമില്ല, ഒന്നും തന്നെ നോക്കില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ വർഗത്തെ മാത്രം, വർഗബോധം മാത്രം മുന്നോട്ട് വെച്ച് നോക്കി കാണേണ്ട, ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത് നമ്മൾ ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും കിട്ടേണ്ടുള്ള ഇക്വാളിറ്റിയെ ലോയ്ക്ക് മുന്നിൽ നമ്മളെല്ലാവരും സമന്മാരാണെന്ന് പറയപ്പെടുന്ന സമയത്ത് ആ കോൺസ്റ്റിറ്റ്യൂഷനെ വരെ അല്ലെങ്കിൽ മറച്ചെഴുതുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഭരിക്കുന്നുണ്ടെങ്കിൽ അവർ താഴെ ഇറങ്ങേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്.